കരഞ്ഞു കരഞ്ഞു കരച്ചിലായിരുന്നു. ഇത് ഒരു ചരിത്രത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുക. പരാജയപ്പെട്ട പ്രതിരോധങ്ങളും സമരങ്ങളും ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്. റിയൽ സ്റ്റോറി ആണല്ലോ, അപ്പോൾ അതിന്റെ റിയൽ സ്റ്റോറി ആണ്. അവർ ശരിക്കും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവും. റിയൽ സ്റ്റോറി ശരിക്കും പക്ക ഒരു ഫീൽ ഇമോഷണലി നമ്മളെ നന്നായിട്ട് അറ്റാച്ച് ചെയ്യും. ടോവിനോടൊക്കെ നല്ലൊരു മാസ് എൻട്രി പടം തന്നെ. തീർച്ചയായും ചർച്ചയാവും. കാരണം റിയൽ ലൈഫിൽ നടന്ന സംഭവമാണല്ലോ. പടം കൊള്ളാം, സെറ്റാണ്. സ്ലോ ബേണി തുടങ്ങി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സെറ്റായി വന്നു. കലക്കം പടം. റിയൽ സ്റ്റോറി ആണുള്ളത്. അതിന് എല്ലാത്തിനും ഇൻസ്പയർഡ് ആയിട്ടാണ്, പക്ഷേ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ ടച്ചും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. ടോവിനോ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആ ക്യാരക്ടറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. പടം ഓവറോൾ സെറ്റ് പടം. സുരാജ് ഏട്ടനും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം, പടം സെറ്റാണ്. ഇമോഷണലി നമ്മളെ നന്നായിട്ട് അറ്റാച്ച് ചെയ്യും. ടോവിനോ ശരിക്കും കരയിപ്പിച്ചോ? ശരിക്കും അടിപൊളി പടം. കരഞ്ഞോ? കരഞ്ഞു കരഞ്ഞു കരച്ചിലായിരുന്നു. അതെ അതെ, റിയൽ സ്റ്റോറി ആണല്ലോ, അതേപോലെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. അതെ, അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. ടോവിനോ സുരാജൊക്കെ ടോവിനോടെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര നല്ല പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി മൂവിയാണ്. ടോവിനോയുടെ ആക്ടിങ് അടിപൊളി. റിയൽ സ്റ്റോറി ആണോ? എല്ലാം അടിപൊളിയാണ്. പിന്നെ നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട് ലാസ്റ്റ്. പിന്നെ ഇമോഷണലി നമുക്ക് ഭയങ്കര ടച്ച് ആവുന്നുണ്ട്. കരഞ്ഞോ ശരിക്കും? ഈ ലാസ്റ്റ് സീനൊക്കെ ഇപ്പോൾ കരഞ്ഞായിരുന്നു. അത് ചരിത്രത്തിലേക്ക് എത്തി നോക്കാൻ പലപ്പോഴും നമ്മുടെ സിനിമകൾ തയ്യാറായില്ല. ഊഹാപോഹങ്ങളാണ്. പക്ഷേ ഇത് ഒരു ചരിത്രത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുക. പരാജയപ്പെട്ട പ്രതിരോധങ്ങളും സമരങ്ങളും ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്, അല്ലേ? രേഖപ്പെടുത്താതെ പോയ ഒരുപാട് മനുഷ്യരെയൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയും. ഇതൊരു ഗംഭീര ശ്രമമാണ് സിനിമ. സംവിധായകൻ്റെയും രചയിതാവിൻ്റെയും പ്രൊഡ്യൂസറുടെയും അഭിനേതാക്കൾ എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ. ഇത് രസിപ്പിക്കാനുള്ളൊരു സിനിമയല്ല. ഈ സിനിമകളിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ഓർമ്മകൾ വരും, ചില താക്കീതുകൾ, അല്ലേ? അപ്പോൾ ഗംഭീരമായി നല്ലൊരു പടം തന്നെയാണ്. അടിപൊളി ഒരു ടോവിനോടൊക്കെ നല്ലൊരു മാസ് എൻട്രി പടം തന്നെ. റിയൽ സ്റ്റോറി ആണല്ലോ, അപ്പോൾ അതിന്റെ റിയൽ സ്റ്റോറി ആണ്. അവർ ശരിക്കും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവും. റിയൽ സ്റ്റോറി ശരിക്കും പക്ക ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടാവും. ആ പടത്തിൽ ചെയ്തേക്കുന്ന ശരിക്കും ഒരു ക്യാമറ പക്കയാണ്. ശരിക്കും വിഷ്വൽ എഫക്റ്റ് ഭയങ്കരമാണ് അതിൻ്റെ അത്. ശരിക്കും നടന്ന സംഭവം എന്താണെന്ന് കാണിക്കുന്നുണ്ടോ? ശരിക്കും അവർ ശരിക്കും ഒരു പ്രഷർ കാണിക്കുന്നത്, സർക്കാരിൻ്റെ ഒരു പോലീസുകാർക്ക് നല്ലൊരു പ്രഷർ കാണിക്കുന്ന ഒരു പടമാണത്. എന്തായാലും ശരിക്കും സർക്കാരിലൊരു നല്ലൊരു സ്വാധീനം ചെലുത്തിനുള്ള പടമാണ്. അത് അടിച്ചമർന്നല്ല, സർക്കാർ കൊടുക്കുന്ന ഉത്തരവ് പാലിക്കപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചെയ്യേണ്ടി വരുന്നൊരു ഫീലിംഗ് അതാണ്. സോറി, സർക്കാരിനെതിരെയുള്ള പടമല്ല. ശരിക്കും ഒരു എന്താ പറയുക, ചില നമ്മളിപ്പോൾ സർക്കാർ തന്നെയല്ല, ആരെയും നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോൾ അതിനൊരു മാനസിക സംഘർഷം അത് നല്ല ശരിക്കും കാണിക്കുന്നുണ്ട്. നല്ല നന്നായിട്ടുണ്ട്. നല്ല പടം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പെർഫോമൻസ് കൊള്ളാം, മേക്കിംഗ് കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. ഒരുപാട് ചർച്ച തീർച്ചയായും ചർച്ചയാവും. കാരണം റിയൽ ലൈഫിൽ നടന്ന സംഭവമാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എന്താ പറയുക, ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലൊരു ട്രൈബൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു പുള്ളിയുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സുരാജ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കലി കൊള്ളാം, നല്ലൊരു സിനിമയാണ്. നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റി ഇനിയും ചർച്ച ഉണ്ടാവട്ടെ.